ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ കോവലിനൊക്കെ വലിയ കോവയ്ക്ക പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതിനുവേണ്ടി നമ്മൾ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇടുന്ന പന്തലിനെ പറ്റിയിട്ടാണ്. പന്തൽ മാക്സിമം വലിയ രീതിക്ക് തന്നെ പടർത്തി വിടാൻ നോക്കുക. ഒരുപാട് പറന്ന് പോകുമ്പോഴത്തേക്ക് അതിന് ഒരുപാട് സ്പേസ് കിട്ടും, ഒരുപാട് എയർ സർക്കുലേഷൻ കിട്ടും. അതുവഴി അതിന് കുറച്ചുകൂടെ ഒരു ഊർജ്ജമുള്ള കോവയ്ക്ക, കുറച്ച് നീളം കൂടിയ കോവയ്ക്ക അതിന് തരാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ പാവയ്ക്ക ശരിക്കും ഇതിനകത്ത് പടർത്തി വിട്ടതല്ല. ഈ പച്ചക്കറി വേസ്റ്റൊക്കെ കൊണ്ടിട്ടപ്പോഴത്തേക്ക് എങ്ങനെയോ പടർന്ന് പിടിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് പാവലും കൂടെ വന്നതാണ്. അപ്പോൾ ഇത്രയും വലിയ രീതിക്ക് തന്നെ നമുക്ക് കോവയ്ക്ക ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒട്ടും പ്രയാസമില്ലാതെ തന്നെ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിനകത്ത് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ സൂര്യപ്രകാശത്തെ പറ്റിയിട്ടാണ്. ഒരുപാട് സൂര്യപ്രകാശമൊന്നും വേണ്ട, മൈൽഡായിട്ട്, എന്നാൽ സൂര്യപ്രകാശം ഒട്ടുമില്ലാത്ത ചോലക്കീഴിലൊന്നും കൊണ്ട് കോവൽ പടർത്താൻ ശ്രമിക്കരുത്. കുറച്ച് മൈൽഡായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിക്ക് വേണം നിങ്ങൾ കോവൽ പടർത്താൻ. ഇപ്പം ഞാനിതിവിടെ ഒരു ചുവന്ന കോവയ്ക്ക് നിങ്ങൾ കണ്ടു കാണും. അത് ശരിക്കും ഞാൻ വിത്താക്കാൻ വേണ്ടി വെച്ചേക്കുക. വിത്ത് കിളിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നിർത്തിയിരിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ കോവലിൻ്റെ ഇല നമ്മൾ തോരൻ വെക്കണം കേട്ടോ. കോവലിൻ്റെ ഇലയിൽ ഒരുപാട് മിനറൽസും ഒരുപാട് പ്രോട്ടീൻസും ഒക്കെ ഉണ്ട്. അപ്പം ഇലത്തോരൻ നമ്മൾ സാധാരണ മുരിങ്ങ ഇലയൊക്കെ തോരൻ വെക്കുന്നത് കണക്ക് തന്നെ കോവലിൻ്റെ ഇലയും തോരൻ വെക്കാൻ കഴിയും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ മഞ്ഞിച്ച് പോകുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ മഞ്ഞിച്ച് പോകുന്നെങ്കിൽ അതെന്തോ ഫംഗൽ ഇൻഫെക്ഷൻ മൂലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെടി ഒരു കാരണവശാലും നട്ട് വളർത്താൻ ശ്രമിക്കരുത്. ഇലയൊക്കെ പിച്ച് കളഞ്ഞിട്ട് നമ്മൾ നട്ട് വളർത്താൻ നോക്കും, വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് നോക്കും. ഒരു കാരണവശാലും നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. അതിൽ നിന്നുണ്ടാകുന്ന കോവയ്ക്കയും കഴിക്കാൻ കൊള്ളാത്തതാണ്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് മുറ്റി പോകുന്നതിന് മുന്നേ തന്നെ കോവയ്ക്ക പറിക്കാൻ നോക്കണം. ഒരുപാട് മുറ്റി പോകുമ്പോഴത്തേക്ക് ആ കോവലിലും കുറച്ച് കേടുപാടൊക്കെ ഉണ്ടാകും. അത് അതിനകത്ത് നിന്ന് മുരടിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ കോവയ്ക്ക പറിക്കുന്ന സമയത്ത് വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കരുത്. ഒരു കാരണവശാലും വലിച്ചു പൊട്ടിക്കരുത്. കോവയ്ക്ക പറിക്കുന്ന സമയത്ത് കോവൽ വള്ളിക്ക് ക്ഷതമേക്കാതെ വേണം നമ്മളിതിനെ പറിച്ചെടുക്കാനുള്ളത്. പിന്നെ നടാൻ നേരത്ത് ഇതുപോലുള്ള കട്ടിയുള്ള കമ്പുകൾ നോക്കി, കട്ടിയുള്ള വള്ളികൾ നോക്കി വേണം നടാനായിട്ട് എടുക്കേണ്ടത്. ഒട്ടും കട്ടിയില്ലാത്ത വള്ളികൾ കൊണ്ടുപോയി വെക്കരുത്. അങ്ങനെയാണെങ്കിൽ കോവയ്ക്ക അത് ചിലപ്പം പിടിക്കുമായിരിക്കും. പിടിച്ചാലും കോവയ്ക്കയ്ക്ക് വലിപ്പം കുറവായിരിക്കും, മുരടിച്ച കോവയ്ക്കൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള കൊച്ചു വള്ളി ഇതിനൊക്കെ മുളപ്പ് കാണുമ്പോൾ നമ്മളത് കൊണ്ടുപോയി നടാൻ ശ്രമിക്കും. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ നടരുത്. കിട്ടുന്ന കോവയ്ക്കയ്ക്ക് വലിപ്പം കുറവായിരിക്കും. കോവയ്ക്കയ്ക്ക് ഡെയിലി വെള്ളം ഒഴിക്കണം. അത് ഒരു കാരണവശാലും മറന്നു പോകരുത്. മറന്നു പോവുകയാണെങ്കിൽ കാലക്രമേണ കോവയ്ക്ക ചെറുതായി വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ എന്താണ് ഇതിനകത്ത് വെള്ളത്തിൽ കൂടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പം ഞാനത് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇത്രയും നീളമുള്ള കോവയ്ക്ക എനിക്ക് കിട്ടിത്തുടങ്ങിയത്. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. 100% വിശ്വാസത്തോടെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഈ സാധാരണ മീൻ വെട്ടുന്ന വെള്ളം ഉണ്ടല്ലോ, മീൻ വെട്ടുന്ന വെള്ളം കോൺസെൻട്രേറ്റഡ് അമോണിയയും ഫോർമലിനും ഒക്കെ ഉള്ള വെള്ളമാണ്. ആ ഒരു വെള്ളം നമ്മൾ കളയുക. ആദ്യം മീൻ നല്ല രീതിക്ക് കഴുകണം. ഉപ്പിട്ട് കഴുകിയ വെള്ളമാണെങ്കിൽ എടുക്കരുത്. സാധാരണ വെള്ളത്തിൽ കഴുകിയ ശേഷം ആ വെള്ളം മാറ്റുക. നിങ്ങൾ ആ വെള്ളം മാറ്റിയ ശേഷം ബാക്കി വേസ്റ്റ് ഉണ്ടല്ലോ, മീനിൻ്റെ വേസ്റ്റിലോട്ട് പ്യുവറായിട്ടുള്ള വെള്ളം വീണ്ടും ഒഴിക്കുക. അപ്പോൾ നമ്മളിതിങ്ങനെ ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. മീൻ കുറച്ച് വെള്ളത്തിൽ ലയിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ വെള്ളമാണ് നമ്മൾ കോവലിൻ്റെ മൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ വെള്ളം അരമണിക്കൂർ നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കും, എന്നിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മിനറൽസൊക്കെ അതിനകത്തോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചെറിയ കുഴി എടുത്ത് ആ കുഴി പൂർണ്ണമായിട്ട് അടയ്ക്കാത്ത രീതിയിലാണ് വെച്ചേക്കുന്നത്. കാരണം അതിനകത്തേക്ക് മഴവെള്ളം പെയ്യുമ്പോഴും ഒക്കെ ഒരുപാട് വെള്ളം കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ടെക്നിക്ക് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് ഒരു മാൻ പവറിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല വെയിലും അത്യാവശ്യം നല്ല രീതിക്ക് പടർത്താനും ഒക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വലിയ കോവൽ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.